ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പുതിയ പ്രൊജക്ടിന്റെ ലോഞ്ചിംഗ് പ്രമാണിച്ച് ബൈ വൺ ആൻഡ് ഗെറ്റ് വൺ ഓഫർ പ്രഖ്യാപിച്ചു. ഡിസംബർ 22, 23, 24 തീയതികളിൽ മാത്രം. ഇന്ത്യയിലെ രണ്ടാമത്തെ, കേരളത്തിലെ ആദ്യത്തെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ, 60 ഫ്രെയിം കോട്ടേജുകൾ, ഒപ്പം ചന്ദൻ മരങ്ങൾ, ഓർഗാനിക് ഫാം, ടൂറിസം, നഴ്സറി എന്നിവയാണ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊജക്ട് ലോഞ്ചിംഗിന്റെ ഭാഗമായി ഡിസംബർ 22, 23, 24 തീയതികളിൽ ഒരു വൺ ടൈം ഓഫർ കമ്പനി നൽകുന്നു. 100 കോടിയുടെ പ്രോജക്റ്റിലേക്ക് 10,000 ഷെയർ ആണ് ഉള്ളത്. 1 ലക്ഷം മുതൽ എത്ര ലക്ഷം വേണമെങ്കിലും ഷെയർ ഹോൾഡർ ആകാം. ഓഫർ കസ്റ്റമർ എടുക്കുന്ന ഷെയറിന്റെ ഇരട്ടി ആണ്. നമ്പർ 22, 23, 24 തീയതികളിൽ മാത്രമാണ് ഓഫർ ബെനിഫിറ്റ് ലഭിക്കുക. LLP ആയിട്ടാണ് പ്രൊജക്ടിന്റെ ഷെയർ ലഭിക്കുന്നത്. ഇതാണ് പിന്നെ ഏകദേശ രൂപരേഖ. ചേഞ്ചസ് വരാം, കൂടുതൽ പല രീതിയിലും വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നത് ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. നമുക്ക് എന്ത് കിട്ടുന്നു? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് വരുമാനം കിട്ടുന്നു. ദെൻ ഫാം ടൂറിസം, അല്ലെ, ഫാം ടൂറിസത്തിനുള്ള ഇൻകം ഉണ്ട്. അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് ഹാർവെസ്റ്റ്, അല്ലെ, ചന്ദ്ര കൃഷികളുടെ വരുമാനം, നഴ്സറി വരുമാനം, റിസർച്ച് സെന്ററിനുള്ള വരുമാനം, അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ ആണ്. അതോടെ കിട്ടാം. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻകമാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന് ആകെ വരുന്ന കോസ്റ്റ് പറഞ്ഞത് 100 കോടി രൂപയാണ് ഇതിന്റെ പ്രൊജക്ട് കോസ്റ്റ്. അപ്പൊ ഇതില് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇയർലി 36 കോടി രൂപയാണ് ഒരു വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻകം. കൂടാൻ കുറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ മാത്രം 20 കോടി രൂപയും, സാൻഡൽവുഡ് റിസർച്ച് സെന്ററിൽ 1 കോടി രൂപയും, നഴ്സറിൽ 1 കോടി രൂപയും, കോട്ടേജ് വിത്ത് സാൻഡൽവുഡ് പ്ലാന്റേഷൻ 14 കോടി. ഇങ്ങനെ ടോട്ടൽ 36 കോടി രൂപയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റവന്യൂ. അപ്പൊ ഇതില് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന പ്രൊജക്ഷൻ 100 കോടി രൂപ 14 ഷെയർസ് ആക്കിയിട്ട് 1 ലക്ഷം രൂപയുടെ ഷെയർ 10,000 പേരിലേക്ക്. ഓക്കെ, 10,000 ഷെയർ 1 ലക്ഷം രൂപ വെച്ചിട്ട് 10,000 പേരിലേക്ക് അത് കൊടുക്കണം. മൊത്തം 100 കോടി രൂപയാണ്. അപ്പൊ ഇതില് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ടോട്ടൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്ന റവന്യൂ 13,40,000 രൂപ 15 കൊല്ലം കൊണ്ട്. അതായത് പെർ മന്ത് 7,444 രൂപ. ഇതാണ് ഏകദേശം ഒരു പ്രൊജക്ട് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊരു പ്രൊജക്ഷൻ ആണ്, അല്ലെ. ശരി, നമ്മൾ ഇന്നലെ വെച്ച ഓഫർ ഉണ്ടായിരുന്നു. ഈ ഒരു പെർ ലാക്ക് ഉപയോഗിച്ച്, അല്ലെ, 1 ലക്ഷം രൂപയ്ക്ക് ഈ ഓഫർ എങ്കിൽ 1 ലക്ഷം എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ഫ്രീ. അതായത് നിങ്ങളെ 13,40,000 രൂപ എന്നുള്ളത് ആ 1 ലക്ഷം രൂപ 15 കൊല്ലം കൊണ്ട് 26,80,000 രൂപയായിട്ട് മാറും. ഇതാണ് നമ്മൾ ഇതിലൂടെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഫിക്സഡ് അല്ല, കൂടാൻ പറയാം, ബിസിനസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് 2 lakhs ആകുമ്പോൾ 14,888 രൂപ 1 ലക്ഷം രൂപയ്ക്ക് ആഫ്റ്റർ 6 months. ഓക്കെ, അതും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന എമൗണ്ട് ആണ് 14,888. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചോദിച്ചേട്ടാ, അല്ലെ പ്രിയ. ഞങ്ങൾ കോട്ടയത്ത് ഓഫർ എടുത്തപ്പോൾ ഞാനും ചോദിച്ചാൽ എല്ലാവരും കൂടി ഞങ്ങൾ ഓഫർ മേടിക്കാനായിട്ട് സ്റ്റേജിൽ കയറിയ ആളുകളാണ്. ആഴ്ച എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പലിശക്ക് എടുത്തോ അന്ന് പറഞ്ഞത് ഞങ്ങൾ അന്ന് വാങ്ങിച്ചു കഴിഞ്ഞായിരുന്നു. അന്ന് വാങ്ങിക്കാൻ പറ്റാതെ ഞാൻ ഇന്ന് എന്നിട്ട് ഞാൻ 10 ലക്ഷം രൂപ കോട്ടയത്തിൽ ഇട്ടിട്ടുണ്ട്. അന്ന് ഇത് സാർ പറഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇരുന്നത് സാർ ഒരു കോട്ടയത്ത് അതിന്റെ ഒരു സങ്കടത്തിലാണ്. ഇതിന് ഡീപ്പറിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കടം മേടിച്ചോ. ഞാൻ എപ്പോഴും കടം മേടിക്കുന്നത് കാരണം കടം മേടിച്ച് ബിസിനസ് ചെയ്താണ് ഞാൻ. അതുകൊണ്ട് അതിനെ പറ്റിയ ഭവിഷ്യത്തിൽ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഒരു ഇൻവെസ്റ്റ്മെന്റിനായിരുന്നെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. അത് കഴിഞ്ഞ ദിവസം പഠിച്ചൊരു പാഠം.